ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ദിയ കൃഷ്ണ ഇവരെ ഫോൺ ചെയ്യുമ്പം ഉള്ളൊരു സാധനം, ചെറിയ രീതിയിൽ ഒരു തെറിവിളി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ പരിപാടി കെട്ടിപ്പൂട്ടാം. എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് ചേച്ചി? അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. ചേച്ചി നിങ്ങൾ വിളി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ അമാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. എന്നത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. ഒന്ന് കേൾക്കാൻ വഴിയല്ല സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു പറ. ഇതൊക്കെയാണ് ഇവരുടെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ. അവർ ഈ ഒരു വീഡിയോയും കൂടെ ഒക്കെ ദിയ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന പേരിൽ അവർ ഇട്ട വീഡിയോ ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇവരുടെ ഈ ഒരു എക്സ്പ്രഷനും ഇവർ ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും അവർ കാണിക്കാതിരുന്നിരുന്നെങ്കിൽ മേ ബി കുറച്ചും കൂടി ഇവർക്ക് ഒരു ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം വന്നേനെ. പക്ഷെ ഇതെല്ലാം കാണിച്ച സ്ഥിതിക്ക് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഓൾമോസ്റ്റ് 0 ആയിട്ടുണ്ട്. ഇവരിങ്ങനെ പറയുന്നതും ഇവർ സമ്മതിക്കുന്നതും അത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതും ഇത് എല്ലാം ഇവർ തന്നെയായിട്ട് പുറത്തിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ചെയ്യാന്ന് പറയാ. നിങ്ങൾ പറയുന്ന മൊത്തം അല്ല ഒരു പേയ്മെന്റ് 55 പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 സീറ്റോട്ട് വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവിതം ജീവനോടെ നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അത് ഇന്ന് ഉച്ചവരെ. മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? മൊത്തം കൂടെ ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് വായി ചോദിച്ചോണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ചെയ്യാന്ന് പറയാ. നിങ്ങൾ പറയുന്ന മൊത്തം അല്ല ഒരു പേയ്മെന്റ് 55 പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 സീറ്റോട്ട് വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവിതം ജീവനോടെ നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അത് ഇന്ന് ഉച്ചവരെ. മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? മൊത്തം കൂടെ ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് വായി ചോദിച്ചോണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ മഴ തിരികൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കേട്ടാ മനസ്സിലായില്ലേ? സോറി ആർക്കും സോറി ആർക്കതായി സോറി പറയണം? ആർക്ക് വേണ്ട സോറി? തന്നിട്ടല്ലോ, എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തൊലിക്കും. യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചേജ് ഞാൻ തൊലിക്കും. നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. മനസ്സിലായല്ലോ? ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് കോമഡി പറഞ്ഞു പോകും.
നല്ലൊരു കലിപ്പുണ്ട് ദിയയ്ക്ക്. അതായത് വിശ്വസിച്ച ആൾക്കാർ 3 പേര് മേ ബി സഹോദരിയെ പോലെ ട്രീറ്റ് ചെയ്തു അങ്ങനെയൊക്കെ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ശരിയായിരിക്കാം. അപ്പം അങ്ങനെ വിചാരിച്ച ഒരാൾ ഇത് എമൗണ്ട് എന്ന് പറയുന്നതിനെ കാട്ടി പറ്റിച്ചു എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് നമുക്ക് കൂടുതൽ ഈ ഒരു വോയിസിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. നമുക്ക് കിട്ടുന്നൊരു ഫീൽ അതാണ്. അതായത് എന്നെ പറ്റിച്ചു, എന്നെ ചതിച്ചു എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന മാതിരി ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ദേഷ്യമാണ് ഈ പറയുന്നത് മൊത്തം. നിങ്ങൾ എന്നെ ചതിച്ചില്ലേ, നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി, നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി, ഞാൻ നിങ്ങളോട് അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. പേടിയാണ് ചേച്ചി, ഞാൻ ഇപ്പൊ സൂയിസൈഡ് ചെയ്യുമെന്നൊക്കെ പറയാനായിട്ട് അപ്പുറത്തിരിക്കുന്ന ചേച്ചി ഈ ചേച്ചിയുടെ കൂടെ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ സൂയിസൈഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ദിയനെ പേടിപ്പിക്കുക എന്നാണ് ഐഡിയ. കൊള്ളാം. എന്താ എന്നോട് ചെയ്ത്? പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ, ഇപ്പൊ ദിവ്യക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ, അവരെനിക്ക് തൊഴിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. അതിന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ അത്? മറ്റേ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? പറ ദിവ്യ, ആ ട്രെയിൻ കയറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത്? അല്ല, പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് ദിവ്യ വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു? എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? ആരോട് ചോദിച്ചു? പറ. ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ? മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചുകൊണ്ടിരുന്നേ? തന്റെ വായിക്കാൻ ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത് 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ട്. 50ന്റെ നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പാടിച്ച പൊട്ടിച്ചന 50ന്റെ അകത്ത് നീ പറഞ്ഞ, നീ 50-നകത്തൊന്ന് പറഞ്ഞ വിവരം അറിയും. പൊന്നാര മോളെ, നീ വിവരം അറിയും. മനസ്സിലായില്ലേ? നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുന്തം ചെയ്ത് നീ പുറത്തു വിട്ടാലും എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ. മനസ്സിലായില്ലേ? മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു. ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നിങ്ങളെ കാരണം. ട്രിപ്പ് എടുത്ത് കിടക്കുമായിരുന്നു നിങ്ങളെ കാരണം. മനസ്സിലായില്ലേ? ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് അരിയിപ്പിക്കും ദിവ്യ. പ്രത്യേകിച്ച് ദിവ്യ ഈ ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിലൊരൊറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചെന്നില്ലോടി. എന്നിട്ട് എന്താ നീ പറഞ്ഞ പങ്കിട്ടെടുത്തുന്നാ? ഒരൊറ്റ അടി വെച്ചില്ല പങ്കിട്ടെന്നെങ്കിൽ നീ പറഞ്ഞായിരുന്നു. കേട്ടല്ലോ? നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ. കേട്ടല്ലോ? ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. അതിന് ഞാൻ വിചാരിച്ചാൽ മതി, വേറെ ആരും വിചാരിക്കണ്ട. പോലീസ് ഞാൻ ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായോ ഇല്ലയോ ദിവ്യക്ക്? ആ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വാ. പോലീസ് സ്റ്റേഷനിൽ എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചിട്ടായാലും ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും. കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം. നിനക്കൊക്കെ എന്തോന്ന് മിനിസേഫിന് തരാൻ പറ്റൂലല്ലേ? കാര്യം എന്ത് മൂമ്പിപ്പിച്ചിട്ടിരിക്കല്ലേ? മൂമ്പിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പർച്ചേസ് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മനസ്സിലായില്ലേ? ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി ചേച്ചി. കണ്ടവരുടെ പാർസൽ അയച്ച് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ. മനസ്സിലായില്ലേ? ആണോ അല്ലയോ ദിവ്യ? ആണോ അല്ലയോ? വാ തുറക്ക. എന്റെ കാലങ്ങൾ തൊട്ടോടെ പെണ്ണെ കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. എന്റെ കാലം അടുത്ത് വരാൻ നിനക്കൊന്നും പറ്റില്ലോടി. നാറിയ കേസുകൾ കാല ഒട്ട കൊന്നുകളെ ഞാൻ. നിനക്ക് അറിഞ്ഞൂടാ. കേട്ടല്ലോ? നിനക്ക് ഈ വേറൊരു സംഭവം ഉണ്ട്. ആ വീഡിയോ നോക്കട്ടെ, അത് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടെ അറ്റാച്ച് ചെയ്യാം. അതിപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് കാണുന്നില്ല. അതായത് ദിയ കൃഷ്ണ ഇപ്പോൾ അവർ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ 3 പേരുടെ അക്കൗണ്ടിൽ ഈ കാശ് മേടിക്കണം, ഇവർ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കാശ് വെട്ടിക്കാൻ വേണ്ടി, ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നാണ് ഇവരെ ഒരു വേർഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി ചിലപ്പം സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയില്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. എന്നാൽ പോലും
ദിയ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ടാക്സ് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നൊക്കെയുള്ള ഒരു തോട്ട് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ടാണോ ഈ ഒരു രീതിയിൽ വന്നത് എന്നറിയില്ല. പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഓഡിയോയുടെ അകത്ത് കിട്ടിയെന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ദിയ അറിയാതെ ഇവർ വേറെ ആർക്കൊക്കെ വേണ്ടിയിട്ട് അവർ വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇവർ തന്നെ അതേ ക്ഷമിക്കണം സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതായത് അതും കറക്റ്റ് ആയിരിക്കാം. അതായത് അക്കൗണ്ടിൽ മേടിച്ച കാശ് മാത്രമല്ല ഇവരുടെ അവിടുത്തെ സ്റ്റോക്ക് വരെ എടുത്ത് വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറം ഇനി എന്താണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ ഇതുവരെ കേട്ടത് വെച്ചിട്ട് ദിയയുടെ സൈഡാണ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സത്യം ഉള്ളത്. കുറച്ചും കൂടി കമ്പാരിറ്റീവ് കുട്ടിക്കും കൂടി സത്യം എന്ന് പറയുന്ന സാധനം ദിയയുടെ സൈഡിലോട്ടാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഈ 3 ചേച്ചിമാർ പറയുന്ന ഒരുപാട് മിസ്മാച്ചും കാര്യങ്ങളുണ്ട്. അവർ മിക്ക വീഡിയോസിൻ്റെ അകത്ത് നമ്മളിപ്പോൾ തന്നെ കണ്ടതിൻ്റെ അകത്ത് തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, സോറി ബ്ലാ 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 എന്ന് കുറേ പറയുന്നുണ്ട്, ക്ഷമാപണം ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം മിക്കവാറും ഈ 3 ചേച്ചിമാർക്ക് പണിയിട്ടാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അവരെങ്ങനെ ഇത് ഊരി വരും എന്നൊന്നും അറിയില്ല, ഊരി വരുമോ എന്നറിയില്ല. എന്തായാലും സത്യം ജയിക്കട്ടെ, തിന്മ തൊലയട്ടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻടിൽ ദെൻ ബൈ.